തെങ്കാശി വരെ ഉള്ള ഒരു യാത്രയല്ല. ഈ തെങ്കാശിക്ക് പോകുന്ന വഴി ഓരോരോ സ്ഥലങ്ങളും കണ്ട് പോകുന്നതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഈ അന്യൻ സിനിമ കണ്ട ആളുകൾക്ക് ഇത് മനസ്സിലാവും. നമ്മുടെ അന്യൻ സിനിമയിലെ വളരെ ഫേമസായ പാട്ട് ചിത്രീകരിച്ച സ്ഥലമാണ്. ഞങ്ങളപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം കാണാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം കിട്ടി. വളരെ രസകരമായ സ്ഥലമാണ്. ഒരു വശത്ത് വലിയൊരു കുളമാണ്, മറ്റൊരു സ്ഥലത്ത് വളരെ ഭംഗിയുള്ള കണ്ണെത്താ ദൂരത്തോളം പാടവരമ്പാണ്. വളരെ ഭംഗിയുള്ള സ്ഥലം. ഫോട്ടോയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ വളരെ ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും പഴക്കം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി അവർ വരച്ച പടങ്ങളൊന്നും ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. ഇത് കണ്ടില്ലേ, ഇത് എനിക്കൊന്ന് MGRൻ്റെ പടമാണെന്ന് തോന്നുന്നു. അടുത്തത് രജനീകാന്തിൻ്റെ പടം ഇതുവരെ ഇപ്പോഴും മാഞ്ഞു പോകാതെ നിൽക്കുകയാണ്. തലൈവർ താണ്ടേ, കണ്ടില്ലേ, ഇത് രജനീകാന്തിൻ്റെ പടമാണ്. അപ്പുറത്ത് വേറെ ഏതോ ഒരു നടന്ന പടമുണ്ട്. ഇപ്പോൾ എല്ലാം കുറേയൊക്കെ മാഞ്ഞു പോയി. സോ ഇവിടെയാണ് നമ്മുടെ ചിയാൻ വിക്രം ഡാൻസൊക്കെ കളിച്ചത്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാടമാണ്, വളരെ ഭംഗിയുള്ള പാടവരമ്പമാണ്. കണ്ടില്ലേ, എത്ര മനോഹരമെന്ന് നോക്കിയിട്ട്. അങ്ങ് ദൂരെ നമുക്ക് മലകളൊക്കെ കാണാം. വളരെ ഭംഗിയുള്ള, ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. നമ്മൾ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നെങ്കിലും നമുക്ക് ആ ക്ഷീണം മുഴുവൻ സത്യം പറഞ്ഞാൽ ഈ പാറയുടെ മണ്ടയ്ക്ക് കയറി വന്നപ്പോൾ ഈ കാറ്റൊക്കെ കൊണ്ടപ്പം പൂർണ്ണമായിട്ടും മാറി എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം. ഞാൻ ഈ പാറയുടെ ഏറ്റവും സൈഡിൽ പോയി നിൽക്കാം. അപ്പം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. കണ്ടോ, ഞാൻ പല വീഡിയോസിലും വളരെ മനോഹരമായ വ്യൂ എന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും മനോഹരമായൊരു വ്യൂ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എങ്ങും പോയി കണ്ടിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയണമല്ലോ. വളരെ മനോഹരമായ വ്യൂ.